നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി ശ്രുതി രജനീകാന്ത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി ജോലി ചെയ്യില്ലെന്ന് വിൻസി പ്രഖ്യാപിച്ചതിനു ശേഷം സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് നടി നേരിട്ടത്. വിൻസിക്ക് അവസരങ്ങളില്ലാത്തതുകൊണ്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണെന്നുള്ള കമന്റുകളാണ് പലരും ചെയ്തത്. ഇതിനെ വിമർശിച്ചുകൊണ്ടെത്തുകയാണ് നടി ശ്രുതി. താൻ ഏറെ ആരാധിക്കുന്ന വളരെ കഴിവുള്ള നടിയാണ് വിൻസിയെന്നും സിനിമയിൽ അവർക്ക് അവസരങ്ങളില്ലെങ്കിൽ അതിന്റെ കാരണം പ്രേക്ഷകർക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നും ശ്രുതി പറയുന്നു. വിൻസി തുറന്നു പറഞ്ഞതുപോലെയുള്ള അവസ്ഥ താനും നേരിട്ടിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെങ്കിലും അത് ഉപയോഗിച്ച് പൊതുസ്ഥലങ്ങളിൽ വരുന്നത് മറ്റുള്ളവർക്ക് ശല്യമാണെന്ന് ശ്രുതി പറയുന്നു. സിനിമയിൽ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരു താരം തന്നോട് ബഹുമാനമില്ലാതെ പെരുമാറിയപ്പോൾ താൻ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തി. എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇത്. വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യമാണ് പറയാൻ പോകുന്നത്. വിൻസി അലോഷ്യസ് ഒരു പ്രശസ്തയായ നടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ്. വിൻസി ഒരു നടിയാകുന്നതിന് മുന്നേ തന്നെ എനിക്കിഷ്ടമാണ്. നായികനിലൂടെയാണ് വിൻസി വരുന്നത്. വിൻസി അന്നേ എനിക്ക് ഭയങ്കര കഴിവുള്ള ആളാണെന്ന് തോന്നിയിട്ടുണ്ട്. വിൻസിയുടെ കോഴിക്കറി വയ്ക്കുന്ന വീഡിയോ കാണാത്തവരായി ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളാണെങ്കിൽ കൂടി വിൻസി ഒരു കഴിവുറ്റ കലാകാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വിൻസി ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നു എന്ന് പറയുന്നത് തന്നെ ഷോക്കിംഗ് ആയി തോന്നി. അവർ പറഞ്ഞ കാര്യത്തിന് ആളുകളിൽ നിന്നും വന്ന കമന്റുകൾ കണ്ടാണ് ഞാൻ ഞെട്ടിയത്. ചില ആളുകൾ ജീവിതത്തിലെ നിരാശ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നതാകാം, അല്ലെങ്കിൽ ചിലർ ചുമ്മാ നെഗറ്റീവ് പറഞ്ഞാൽ കമന്റ്സിന് ലൈക്ക് കിട്ടുമെന്ന് കരുതി ആയിരിക്കും. അതെല്ലാം ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. സിനിമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയോ ആകട്ടെ, നമ്മൾ കാണുന്ന ആളുകളല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഞാൻ എല്ലാ സിനിമയും മുടങ്ങാതെ പോയി തിയേറ്ററിൽ കാണുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെ സിനിമ എന്ന് പറയുമ്പോൾ കണ്ണിൽ ഒരു അത്ഭുതവും ഒക്കെയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ സിനിമ കാണുന്നത് ചുരുങ്ങി. ചിലരുടെ പണം വന്നാൽ ഞാൻ കാണാതായി. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ചിലത് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും, അടുത്തു വരുമ്പോഴേ അതിൻ്റെ കുറ്റങ്ങൾ മനസ്സിലാകും. അതുപോലെയാണ് ഇപ്പോൾ വിൻസി പറഞ്ഞ കാര്യം. നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ആഡംബര ജീവിതം, അവരുടെ അഭിനയിക്കാനുള്ള കഴിവ്, സ്റ്റാർഡം, ഇതെല്ലാം കണ്ടാൽ എന്ത് അടിപൊളിയായെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇവരൊന്നും അങ്ങനെയല്ല. ഇത്രയധികം സ്റ്റാർഡം ഉണ്ടായിട്ടും വിനയത്തോടെ പെരുമാറുന്നവരുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അഹങ്കാരി ആയിരിക്കുമെന്ന് വിചാരിച്ച് അടുത്ത് ചെന്ന് കഴിഞ്ഞ് ഒരുപാട് മനസ്സിലാക്കി കഴിയുമ്പോൾ അയ്യോ ഇതൊരു പാവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആരാധിച്ച് നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമേ ഇതിനെ പരിചയപ്പെടേണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി ഇയാളെ കാണാൻ താല്പര്യമില്ല എന്ന് തീരുമാനിച്ച ആളുകളും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ട്. വിൻസിയോ, നീ വലിയ സൂപ്പർ സ്റ്റാറോ, നിനക്കിപ്പോൾ സിനിമ വല്ലതുമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടൊന്നും എനിക്കൊരു ബഹുമാനവുമില്ല. അവരെയൊന്നും ഞാനൊരു വ്യക്തിയായി കണക്കാക്കുന്നതുമില്ല. ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയണോ അതോ വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടാണ് എന്ന് പറയണോ എന്ന് അറിയില്ല. വിൻസി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. ഒരുപക്ഷെ പണമില്ലായിരിക്കാം. ഇപ്പോൾ ഞാനാണെങ്കിലും എന്നോട് കുറേ പേര് അടുത്ത പ്രൊജക്റ്റ് ഏതാ എന്ന് ചോദിച്ചാൽ പറയാൻ എനിക്ക് പ്രൊജക്റ്റ് ഇല്ല. പ്രൊജക്റ്റ് ഇങ്ങനെ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്ന സാധനമല്ല. വരുന്നതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണം എന്നുമില്ല. ഭയങ്കര മത്സരമുള്ള ഫീൽഡാണ്. എന്തും എങ്ങനെയും ചെയ്യാൻ തയ്യാറായ ആൾക്കാരുണ്ട്, അങ്ങനെ അല്ലാത്തവരുമുണ്ട്. ഇതൊരു ഭയങ്കര വിശാലമായ കാര്യമാണ്. പ്രൊജക്റ്റ് ഇല്ലാത്തത് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന് വിൻസിയെ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് തിരിച്ചാണ്. കാരണം വിൻസിക്കൊക്കെ പടം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത്. വീഡിയോയുടെ താഴെയുള്ള കുറേ കമൻറ്റുകൾ കണ്ടു. ഇങ്ങനെ പലരും മുന്നോട്ട് വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്. മുന്നോട്ട് വന്നതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണം. എന്തുകൊണ്ട് ചില ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പോൾ അവസരം കിട്ടുന്നില്ല, എന്തുകൊണ്ട് ഇന്ന് ആർട്ടിസ്റ്റിനെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളത് ചെകഞ്ഞു പോകാൻ ആളുകളുണ്ടെങ്കിൽ ഈ ആർട്ടിസ്റ്റുകളൊക്കെ മുന്നോട്ട് വരും. നമ്മൾ പറയില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്, അതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. അത് എല്ലാവരും മനസ്സിലാക്കുക. പലർക്കും പല രീതിയിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. സാധാരണക്കാരനാണെങ്കിലും ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിലും ഒക്കെ. ഞാൻ നേരിട്ട ഒരു അനുഭവമുണ്ട്. ഒരു സാഹചര്യത്തിൽ എന്നോട് വളരെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സിനിമയിൽ വലിയൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരാ, മമ്മൂട്ടിയോ? എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ?
വാക്കൗട്ട് നടത്താനെന്ന്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മമ്മൂട്ടി ആണേലും മോഹൻലാൽ ആണേലും ഞാൻ അവരെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് ബഹുമാനം കിട്ടണമെങ്കിൽ അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആകണമെന്നില്ല. നമ്മളോട് മോശമായി പെരുമാറുന്ന ഇടത്തു നിന്ന് ഇറങ്ങിപ്പോകാനും തിരിച്ചു പറയാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. വ്യക്തിപരമായി നമ്മൾ ആരാണ് എന്നുള്ളിടത്ത് നമ്മൾ നിൽക്കണം. അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ആരാണെന്നുള്ളതും എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളതിലും എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. അത് തെറ്റിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കും. ഇപ്പോൾ വിൻസി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. മദ്യപാനം നടത്തിയിട്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് മോശമായി പെരുമാറുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥ ഓർത്ത് നമുക്കൊന്നും പറയാതെ അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഷൂട്ട് മുടങ്ങുന്നതും താൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിൻസി പറഞ്ഞ കാര്യത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു. വിൻസിയെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റാണ് വിൻസി. വിൻസി ഇത്തരത്തിൽ തുറന്നു പറഞ്ഞതോർത്ത് എനിക്ക് അഭിമാനമാണ്. വിൻസി എപ്പോഴും തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടാറില്ല, സെലക്ട് ചെയ്തെടുക്കണം എങ്കിൽ ഒരുപാട് അവസരങ്ങൾ വരണം എന്നൊക്കെ. അതാണ് യാഥാർത്ഥ്യം. സിനിമാ മേഖലയിൽ നമ്മൾ ഓരോരുത്തരും ഒരു പാസിംഗ് ക്ലൗസ്ഡ് ആണ്. ഇത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നല്ലത്. ഈ സംഭവം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് അറിയാവുന്നവരും എനിക്ക് മെസ്സേജ് അയക്കുന്നവരും സുഹൃത്തുക്കളും ഒക്കെ അത് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ ജീവിതം വെറുതെ നശിപ്പിച്ച് കളയരുത്. വരാനുള്ളത് വരും. അഭിനയം ഒരു പാഷനായി നോക്കിക്കോളൂ. പക്ഷേ പ്രൊഫഷണലായി എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം കണ്ടെത്തണം. സിനിമയുടെ അകത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് പറയുകയാണ്, ഇതൊരു പാസിംഗ് ക്ലൗഡ് മാത്രമാണ്. ഇന്ന് വർക്കുണ്ടാകും, ഇന്ന് വാനോളം പുകഴ്ത്തും എന്ന് കരുതി നാളെ അത് ഉണ്ടാകണമെന്നില്ല. നാളെ പണവും പ്രശസ്തിയും ഇല്ലാതാകുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ളത് നമ്മൾ കണ്ടെത്തിയേ മതിയാകും. എനിക്ക് അഭിനയം മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ പഠിച്ച എന്തെങ്കിലും പ്രാവർത്തികമാക്കി ഒരു സ്ഥിര വരുമാനം കണ്ടെത്തണം. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ ഒരു പ്രഷർ കുക്കറിലായിരിക്കും. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ദുബായിലേക്ക് ജോലിക്ക് വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആക്ടിങ് നിർത്തിയോ എന്ന്. ഒരിക്കലുമില്ല. അഭിനയം എന്നും എൻ്റെ പാഷനായിരിക്കും. നല്ല ആളുകൾ എല്ലായിടത്തുമുണ്ട്. ഞാൻ അനൂപ് മേനോൻ്റെയൊക്കെ സെറ്റിൽ വർക്ക് ചെയ്തപ്പോൾ ആ സെറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുന്ന ഒരു സെറ്റായിരുന്നു അത്. അങ്ങനെ നല്ല ആളുകളും എല്ലായിടത്തുമുണ്ട്. ഞാൻ ഇവിടെ വന്നത് എനിക്ക് RJ ആയി റേഡിയോ കേരളത്തിൽ നിന്നൊരു നല്ല സാലറി പാക്കേജായി നല്ലൊരു അവസരം കിട്ടിയത് കൊണ്ടാണ്. ഒരു സ്ഥിര വരുമാനം ഉണ്ടാകുമല്ലോ. എൻ്റെ പാഷനും ബിസിനസ്സും എല്ലാം ഉണ്ടെങ്കിലും ഒരു സ്ഥിര വരുമാനം, ഇതിനിടയിൽ എനിക്ക് നല്ല സിനിമകളും ഷോയും ഒക്കെ വരികയാണെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വന്ന് അത് ചെയ്തിട്ട് തിരിച്ചു വരും. നമ്മൾ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി കാത്തിരിക്കരുത്. ഞാൻ ഇപ്പോഴും ഓഡീഷന് വേണ്ടി അപേക്ഷ അയക്കാറുണ്ട്. നന്നായി കഠിനാധ്വാനം ചെയ്താലേ എപ്പോഴും വീണാൽ 4 കാലിൽ വീഴാൻ പറ്റും. ഇതായിരുന്നു ശ്രുതിയുടെ വാക്കുകൾ. താൻ ഭാഗമായ ഒരു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ നടൻ ലഹരി ഉപയോഗിച്ചിരുന്നതായും ശേഷം വളരെ മോശമായ രീതിയിൽ വിൻസിയോടും സഹപ്രവർത്തകയോടും പെരുമാറിയെന്നും നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു. വിൻസിയുടെ ഡ്രസ്സിന്റെ ഷോൾഡറിന് ചെറിയ പ്രശ്നമുണ്ടായത് ശരിയാക്കാൻ പോയപ്പോൾ അടുത്തു വന്ന് ഞാൻ നോക്കട്ടെ, ഞാനിത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറിയത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും വിൻസി പറഞ്ഞിരുന്നു. കൂടാതെ സീൻ പരിശീലിക്കുന്നതിനിടെ വെള്ളപ്പൊടി തുപ്പുന്നത് കണ്ടെന്നും അദ്ദേഹം സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും വിൻസി വ്യക്തമാക്കിയിരുന്നു.